അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. യാ റബ്ബനാ ലകൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദിയ്യി ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. മുസ്ലിമായി നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. നമ്മൾ ഇന്ന് ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധ ഹജ്ജ് കർമ്മം അടുത്തിരിക്കുകയാണ്. ഷവ്വാലിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ. ഇനി ദുൽഖഅദ, അത് കഴിഞ്ഞാൽ ദുൽഹിജ്ജ മാസമായി. ദുൽഹിജ്ജ മാസത്തിൽ പെരുന്നാളിനാണ് അറവ് നടക്കുക. യൗമുൻ നഹർ, അറവിൻ്റെ ദിവസം എന്നാണ് ഈദുൽ അൽഹ, ബലി പെരുന്നാൾ എന്ന് പറയുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. പക്ഷേ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മുടെ ഷാഫി എന്ന് പറയുന്ന സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന് കുഴഞ്ഞ് വീണിട്ട് ഹോസ്പിറ്റലിലാണുള്ളത്. ബഷീർ എന്ന് പറയും, നമ്മുടെ കൂടെ ഉംറക്ക് വന്നിരുന്നു. കഴിഞ്ഞ റമദാൻ്റെ കുറച്ച് മുമ്പേ ഉംറക്ക് വന്നിരുന്നു. അദ്ദേഹം കുളിക്കുന്ന സന്ദർഭത്തിൽ കുഴഞ്ഞ് വീണ് ഹോസ്പിറ്റലിലാണുള്ളത്, ICUവിലാണുള്ളത്. വളരെയധികം ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചെറിയൊരു കണ്ണ് തുറന്നുവെന്നോ ഒക്കെയുള്ളൊരു പറയുന്നുണ്ട്. പക്ഷേ എന്തില്ല, ബോധമല്ല. അപ്പോൾ ഭയങ്കര ഒരു പ്രശ്നത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശിഫ നൽകുകയും അള്ളാഹുവിൻ്റെ മഹത്തായ ഫളല് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണമായി ആരോഗ്യത്തോടുകൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം, ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതായത് മാ യുദ്ബഹു മിൻ ബഹീമത്തിൽ അൻആമി അയ്യാമ ഈദുൽ അൽഹ തഖർറുബൻ ലില്ലാ. അല്ലാഹുവിലേക്ക് തഖർറുബിന് വേണ്ടി, അല്ലാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഈദുൽ അൽഹ ദിവസം, വലിയ പെരുന്നാൾ ദിവസം അള്ളാഹു അറുക്കാൻ അനുവദിച്ചിട്ടുള്ള മൃഗങ്ങളെ അറുക്കുന്നതിനാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുക. അങ്ങനെ ഈ ഉളുഹിയ്യത്ത് എന്നുള്ള പേര് വരാനുള്ള കാരണമായിട്ട് പറയുന്നത്, ഇത് ലുഹ സമയത്താണ് അറുക്കുക. ലുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സൂര്യൻ ഉദിച്ച് ഉയർന്നിട്ടുള്ള ആ സമയത്തിനാണ് ലുഹ. ഖീല ഫീ ദാലിക നിസ്ബത്തുൻ ലിവഖ്തി ലുഹ ലിഅന്നഹു ഹുവൽ വഖ്തുൽ മശ്റൂ ലിബിദായത്തിൽ ഉളുഹിയ്യ. ഉളുഹിയ്യത്ത് അറക്കാനുള്ള സമയം ആരംഭിക്കുന്നത് എപ്പോഴാണ്? പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാലാണ്. അപ്പോഴേക്കും ഈ സൂര്യൻ ഉദിച്ചു ഉയർന്നുണ്ടാവും. ആ സമയത്തിനാണ് ലുഹ എന്ന് പറയുക. അങ്ങനെയാണ് ഉളുഹിയ്യത്ത് എന്ന് പേര് വന്നത് എന്നാണ് പറയുന്നത്. ഇതിന് തെളിവെന്താണ്? എന്താണ് ഉളുഹിയ്യത്ത് അറക്കാനുള്ള തെളിവ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നീ നമസ്കരിക്കുക നിൻ്റെ റബ്ബിന് വേണ്ടി, വൻഹർ, നീ ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക. വൻഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാതാക്കൾ, ഖുർആൻ്റെ മുഫസ്സിറുകൾ, അതിലേറ്റവും വലിയ മുഫസ്സിർ മഹാനായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, നഹർ എന്ന് പറഞ്ഞാൽ ഫസ്വല്ലി ലി റബ്ബിക വൻഹർ. ആ വൻഹർ എന്ന് പറയുന്ന അന്നഹർ എന്ന് പറഞ്ഞാൽ അന്നുസുകു വദ്ദബ്ഹു യൗമൽ അൽഹാ, ബലിപെരുന്നാൾ ദിവസം നടത്തുന്ന അറവിന്, ആ ബലികർമ്മത്തിനാണ് നഹർ എന്ന് പറയുക. അപ്പോൾ ഫസ്വല്ലി ലി റബ്ബിക വൻഹർ എന്ന് പറയുന്ന ആയത്ത് നിൻ്റെ രക്ഷിതാവിന് വേണ്ടി നീ നമസ്കരിക്കുക. പെരുന്നാൾ ദിവസം നമസ്കാരം പല അർത്ഥങ്ങളുണ്ട് ഈ ആയത്തിന്, പക്ഷേ ഇത് ഒരു അർത്ഥമാണ്. പെരുന്നാൾ ദിവസം നീ എന്ത് ചെയ്യുക? നമസ്കരിക്കുക. വൻഹർ, ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക, ഇതാണ് പറയുന്നത്. അതുപോലെ തന്നെ വഅലൈഹി ജുംഹൂറുൽ മുഫസ്സിരീൻ, ബഹുഭൂരിഭാഗം മുഫസ്സിറുകളും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിൻ്റെ അർത്ഥത്തിൽ ഒരർത്ഥം ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കമാ ഹക്കാഹു ഇബ്നുൽ ജൗസി ഫി സാദിൽ മസീർ, മഹാനായ ഇമാം ഇബ്നുൽ ജൗസി ഹിജറ 5-ാം നൂറ്റാണ്ടിൽ വഫാത്തായിട്ടുള്ള മഹാനാണ്. അദ്ദേഹത്തിൻ്റെ സാദുൽ മസീർ എന്ന് പറയുന്ന, സാദുൽ മസീർ ഫി ഉലൂമി തഫ്സീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ ഉലഹിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. ഇനി ഉലുഹിയത്ത്, അതിന് ചില ഷർത്തുകളുണ്ട്. ആരാണ് ഉലുഹിയത്ത് ഇറക്കേണ്ടത്, അതുപോലെ തന്നെ എന്തിനെയാണ് ഉലുഹിയത്ത് ഇറക്കേണ്ടത്, എങ്ങനെയുള്ളതിനാണ്, ഏത് സമയത്താണ് എന്നുള്ള, അതിന് പ്രധാനമായിട്ടും 4 ഷർത്തുകളാണ് പറയുന്നത്. ബി അൻ യകൂന സ്വാഹിബുഹ ഖാദിറൻ അലാ സമനിഹ, ഒരു ഉരുവിനെ വാങ്ങി അറുക്കാൻ ഉള്ള ശേഷി ഉണ്ടായിരിക്കണം. അതല്ല എങ്കിൽ പിന്നെ ഇപ്പോൾ മാടുകൾ, പശു, പോത്ത് ഒക്കെ ആണെങ്കിൽ, ഒട്ടകമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? 7 ആളുകൾക്ക് വരെ കൂടാം. അപ്പോൾ അത്രയും അതിൻ്റെ പണം നൽകാൻ കഴിവുള്ള ആളാകുക എന്നുള്ളത് ഒന്ന്. 2 അൻ തക്കൂന മിൻ ബഹീമത്തിൽ അൻആം, എല്ലാ മൃഗങ്ങളെയും ഇറക്കാൻ പറ്റില്ല, ആനനെയൊന്നും ഇറക്കാൻ പറ്റില്ല. പിന്നെന്താണ്? ഒട്ടകം, അതുപോലെ മാടുകൾ, മാട് പറഞ്ഞാൽ മൂരി, പശു പോലുള്ള, പോത്ത്, എരുമ പോലുള്ള മൃഗങ്ങൾ, അതുപോലെ തന്നെ ആട്. ഈ 3 ഇതാണ്, ഇത്രയും മൃഗങ്ങളാണ് പിന്നെ അറക്കാൻ വേണ്ടി പറ്റുക. അൻ തക്കൂന ഖാലിയ മിനൽ ഉയൂബ്, അൻ തക്കൂന ഖാലിയത്തും മിനൽ ഉയൂബ്, ന്യൂനതകളിൽ നിന്ന് മുക്തമായിട്ടുള്ള, ന്യൂനതകളുള്ള മൃഗങ്ങളെ ഉലുഹിയത്ത് ഇറക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല. ഐബ് പറഞ്ഞാൽ പോരായ്മകൾ, ന്യൂനതകൾ, അതെന്താന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാം. അൻ തക്കൂന ഫിൽ വക്തിൽ മുഹദ്ദദി ശറഅൻ, ശറഇൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള സമയത്ത് തന്നെ ഇറക്കണം. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ഇറക്കാൻ പറ്റില്ല. നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് രാത്രി ഇറക്കാൻ പറ്റില്ല. പെരുന്നാൾ ദിവസം ആ നമസ്കാരം കഴിഞ്ഞിട്ടാണ് അറുക്കാൻ പറ്റുള്ളൂ. ഏതുവരെ? പെരുന്നാളിൻ്റെ ദിവസം, അതുപോലെ തന്നെ ദുൽഹജ്ജ് 11, 12, 13 അസർ വരെ. 13 ഇതൊക്കെ അയ്യാമുത്ത ശരീക്ക് എന്ന് പറയും. ഈ ദിവസങ്ങൾക്ക് ദുൽഹജ്ജ് 11, 12, 13 അയ്യാമുത്ത ശരീക്ക് എന്ന് പറയും. അന്ന് അസർ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? അറുക്കാൻ പറ്റില്ല. അത് അറുത്ത് കഴിഞ്ഞാൽ ഒരു സാധാരണ മൃഗത്തെ അറുത്തു എന്നേ പരിഗണിക്കുള്ളൂ. അതുപോലെ മുമ്പ് അറുത്താലും അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ അറിയുക. ഇനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, 4 കാര്യങ്ങളുള്ള മൃഗത്തെ ഉളുഹിയത്ത് അറക്കാൻ വേണ്ടി പാടുള്ളതല്ല. അനിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാമ ഫീനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ അർബഉൻ ലാ തജൂസു ഫിൽ ലഹായ. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു, ഒരു സ്വഹാബിയുടെ പേരാ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നിവേദനം ചെയ്യാണ്. എന്താ പറയുന്നത്? ഖാമ ഫീനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളിൽ നിന്ന് റസൂലുള്ള എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, എന്താ പറയുന്നത്? അർബഉൻ ലാ തജൂസ്, 4 എണ്ണത്തെ അനുവദനീയമല്ല. ഫില്ലഹായ, ഉലഹിയത്ത് നിർവഹിക്കാൻ, ഉലഹിയത്ത് ഖുർബാൻ എന്ന് പറയാൻ നമ്മളെ സാധനമല്ല, അതറക്കാൻ 4 കാര്യങ്ങളുള്ളതിന് പാടുള്ളതല്ല. അൽ ഔറാ ഉൽ ബയ്യനു ഔറുഹാ, 1 അതാണ്. 2 വൽ മരീലത്തുൽ ബയ്യനു മർലുഹാ വൽ അർജാ ഉൽ ബയ്യനു ലൽഉഹാ വൽ കബീറത്തുൽ ലതി ലാ തുൻഖി. ഈ 4 കുഴപ്പങ്ങളുള്ള, ന്യൂനതകളുള്ള മൃഗങ്ങളെ അറക്കാൻ പാടില്ല. ഈ ഹദീസ് ഇമാം അഹ്മദ് റവാഹു അഹ്മദ് വൽ അർബഅ വസഹഹു തുർമുദി വബ്നു ഹിബ്ബാൻ.
ഇമാം അഹമ്മദ് അതുപോലെ തന്നെ മറ്റ് പല പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ചതാണ്. ഇമാം തുർമുദിയും ഇമാം ഇബ്നു ഹിബ്ബാനും ഇത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ശരിയായിട്ടുള്ള ഹദീസാണെന്നർത്ഥം. എന്താണ് ഈ 4 കാര്യങ്ങൾ? ഒന്ന് എന്താ പറഞ്ഞാൽ അൽ ഔറാഉൽ ബയ്യിനു ഔറുഹ എന്ന് പറഞ്ഞാൽ അല്ലത്തി ഖദ് ഇൻ ഖസഫത് ഐനുഹാ വദഹബത്, കണ്ണ് പറ്റ മങ്ങിയത്, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് പാടുള്ളതല്ല. വൽ അജ്ഫാഉൽ മഹ്സൂല അല്ലത്തി ലാ തുൻഖി ഹിയ അല്ലത്തി ലാ മുഖലഹ ഫി ഇളാമിഹ, ഈ മൃഗത്തിൻ്റെ എല്ലുകൾ, കൈ, കാലിതിലൊക്കെ മജ്ജകൾ നഷ്ടപ്പെട്ടത്. ലാ മുഖലഹ ഫി ഇളാമിഹ, മജ്ജ നഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ പറ്റേ എന്താണ് മെലിഞ്ഞൊട്ടിയിട്ട് മജ്ജയും മാംസമൊന്നും ഇല്ലാത്ത, അത് പാടുള്ളതല്ല. വഅമ്മൽ അർജാഉൽ ബയ്യിൻ അർജുഹാ ഫഹി അല്ലതി ബിഹാ അർജുൻ ഫാഹിഷ്, മുടന്തുള്ളത്, കൈ പൊട്ടിയത്, കാല് പൊട്ടിയതൊന്നും പാടുള്ളതല്ല. അപ്പം ഇങ്ങനെയുള്ള മൃഗങ്ങളെയൊന്നും അറക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല. വ്യക്തമായിട്ടുള്ള രോഗമുള്ളത്, രോഗമുള്ള വൽമരീലത്തുൽ ബയ്യിനു മർളുഹ, വ്യക്തമായിട്ടുള്ള രോഗങ്ങൾ, ഇത്തരം 4 കാര്യങ്ങളുള്ളതിനെ അറക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. വേറെ പ്രിയമുള്ളവർ, ഒരു ഹദീസിൽ കാണാം, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുളഹി ബിഅളബിൽ ഖർനി വൽ ഉദ്നി, ചെവിയും അതുപോലെ കൊമ്പും, ചെവി, മൃഗത്തിൻ്റെ ചെവി, അതുപോലെ കൊമ്പ്, ഇത് പകുതിയിലധികം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ അറക്കാൻ പാടില്ല. ചെവിയും അതുപോലെ തന്നെ കൊമ്പും, ഇത് കുറച്ച് പൊട്ടിയ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ പറഞ്ഞ ബി അളബിൽ കർണിവൽ ഉദനി, അളബ് എന്ന് പറഞ്ഞാൽ അൽ അളബ് അന്നിസ്ഫു ഫഅക്സർ മിൻ ദാലിക്, പകുതിയോ അതിലധികമോ പൊട്ടിപ്പോയതിനെ അറക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ എന്താ ഇതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ, അത്യാവശ്യം മാംസമൊക്കെ ഉള്ള, മജ്ജയൊക്കെ ഉള്ള, ചൊറുക്കുള്ള മൃഗത്തെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അറുക്കേണ്ടത്. വളരെ പ്രായം ചെന്ന് ഒട്ടി മെലിഞ്ഞതിനൊന്നും അറക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത് എന്താ പറയുക, മുമ്പ് കാലത്ത് ഈ ഉളുഹിയത്ത് അറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ രക്തം ഉണ്ടല്ലോ, ഈ രക്തം എന്ത് ചെയ്യുന്നറിയോ, അതുകൊണ്ട് അവർ ബർക്കത്തെടുക്കും, വീട്ടിലൊക്കെ തെളിക്കും. വറഷുഹു ഫിൽ മൻസിൽ വഅമ്മ തബറുകു ബിദമിൽ ഉളുഹിയത്തി വറഷുഹു ഫിൽ മൻസിൽ വഅതിഖാദ് അന്നഹു മുജ്ലിബത്തുൽ ലിർസ്ഖി, അതായത് ഉളുഹിയത്ത് അറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ രക്തം ചെയ്യും, വീട്ടിലൊക്കെ തെളിക്കും. എന്താ അവരുടെ ഒരു ആഗ്രഹം എന്നറിയാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റിസ്ക് ഉണ്ടാകും എന്നാണ് അവരുടെ വിശ്വാസം. ഫഇന്നഹു ലാ യജൂസ്, അത് അനുവദനീയമല്ല. ബൽ ഹുവ മിനൽ ഖുറാഫാത്തി വൽ ഇഅ്തിഖാദാത്തിൽ ബാത്തില അല്ലതി മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹു വ്യക്തമായിട്ടുള്ള തെളിവ് അവതരിപ്പിക്കാത്തതായ അടിസ്ഥാനരഹിതമായിട്ടുള്ള ദുരാചാരമാണ്, തെറ്റായ വിശ്വാസമാണത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരാൾക്ക് ഒരു മൃഗത്തെ ഒന്നിച്ച് വാങ്ങി അറക്കാൻ കഴിയില്ല, ഒരു മൂരിയെ വാങ്ങി അറക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു ഒട്ടകത്തെ വാങ്ങി ഇറക്കാൻ കഴിയില്ല, ഒരു പോത്തിനെ വാങ്ങി ഇറക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യാം? അങ്ങനെയുള്ള ആളുകൾ കൂടിച്ചേരാം. എത്ര ആളുകൾ കൂടാം? 2 ആളുകൾ കൂടാം, 3 ആളുകൾ കൂടാം, 7 വരെ ആളുകൾ കൂടാൻ പറ്റും. 8 ആൾ പറ്റില്ല, 6 or 5 ആകാം, 7 ആളുകൾക്ക് വരെ ആകാം. 8ാമത് ആൾ കൂടാൻ വേണ്ടി പാടുള്ളതല്ല. ഇന്നഹു യജൂസു അൻ യഷ്തരിക ഫിൽ ബദന വൽ ബഖറ അസ്സബഅ ഫിൽ ഉളുഹിയ, ഉളുഹിയത്ത് നിർവഹിക്കാൻ ഒട്ടകമാകട്ടെ മാടുകളാകട്ടെ ഇതിൽ 7 ആളുകൾക്ക് വരെ കൂടാം. വ അമ്മാ ഇദാ കാനത്ത് ഹാദിഹിൽ ഉളുഹിയ മിനൽ ഗനം, എന്നാൽ ആടാണെങ്കിൽ ഫ ഇന്നഹു ലാ യജൂസു ഇഷ്തിറാഖുക്കും, അതിൽ പങ്കുചേരാൻ പാടില്ല. ഒരാടിനെ അറക്കണം. ഇതൊക്കെ നമുക്ക് അറിയേണ്ടതാണ്, എങ്കിൽ പോലും ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രം. ഇനിയും നമ്മൾ അറിയേണ്ടത്, ഇങ്ങനെ അറക്കുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ അറുത്ത് കഴിഞ്ഞാൽ അതെല്ലാവർക്കും മതിയാകുന്നതാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു കുടുംബത്തിലെ വാപ്പി, ഉമ്മി, മക്കളെല്ലാവരും ഓരോ ആളുകളുടെ പേരിലും അറക്കേണ്ടതില്ല. ഒരാൾ അറുത്താൽ തന്നെ എല്ലാവർക്കും അത് മതിയാകുന്നതാണ്. എന്നാൽ നല്ല സാമ്പത്തിക ശേഷിയൊക്കെയുള്ള ഒരു കുടുംബം എന്ന് വിചാരിക്കുക, അവർ 2 or 3 അറുത്താലും വിരോധമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇങ്ങനെ അറുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നിയ്യത്ത്.
ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് അറുക്കുകയാണ്. അപ്പോൾ ആ വീടിൻ്റെ നാഥൻ, കുടുംബനാഥൻ, ബാപ്പ, അയാൾ വിചാരിക്കണത് ഇതിൻ്റെ പ്രതിഫലം ഈ വീട്ടിലുള്ള ആളുകൾക്കും അവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കും ആ വീട്ടിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള അവരുടെ മാതാപിതാക്കൾക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചാൽ അതിന് കുഴപ്പമില്ല, അവർക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. ഫലാ ഹറജ അലൈക ഇൻഷാ അല്ലാഹ് ഫി അൻ തുളഹി അൻ ഐ അദദിൻ മിനൽ അംബാത് ഔ അൻ തുശ്രികഹും ഫീ സവാബി ഉളഹിയതിക്. ഈ ഉളുഹിയത്തിൻ്റെ പ്രതിഫലത്തിൽ അവരൊക്കെ എന്താണ് ഉൾക്കൊള്ളും, അങ്ങനെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. പക്ഷേ വലാകിൻ ലൗ തസദ്ദഖ്ത ബിസമനിഹ അൻഹും ലകാന ഔല. പക്ഷേ ഇവർ പറയുന്നൊരു കാര്യം എന്താ അറിയോ, നമ്മൾ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ഇത്രയും പണം, ഒരു ഉരുവിൻ്റെ പണം സദക്ക നൽകിയാൽ അതാണ് ഇതിനേക്കാൾ ഉത്തമം എന്നാണ്. പക്ഷേ ഇത് അനുവദനീയമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഖാലൽ ഹൈതമിയു റഹിമഹുല്ലാ ഫി തുഹ്ഫത്തുൽ മുഹ്താജ്, തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഹൈതമി തങ്ങൾ പറയുന്നു, വലാ തജൂസു വലാ തഖു ഉളുഹിയ അൻ മയ്യിത്തിൻ ഇല്ലം യൂസി ബിഹാ. അതായത് എന്താ ആ മഹാൻ പറയുന്നറിയോ, മരണപ്പെട്ടവർക്ക് ഉളുഹിയത്ത് അറക്കാൻ വേണ്ടിയിട്ട് പാടില്ല, ഇല്ലം യൂസി ബിഹാ, അവർ വസിയ്യത്ത് ചെയ്തിട്ടില്ല എങ്കിൽ. ഇപ്പോൾ ഒരാൾ മരിക്കുകയാണ്, അപ്പോൾ അയാൾ മരണത്തിന് മുമ്പ് വസിയ്യത്ത് ചെയ്യാണ്, ഉളുഹിയത്ത് എനിക്കൊക്കെ വേണ്ടി അറക്കണമെന്ന് പറയാം, അങ്ങനെയാണെങ്കിൽ പാടുണ്ട്, വസിയ്യത്തില്ലെങ്കിൽ പാടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹദീസിൽ നിന്ന് കിട്ടുന്നത് എന്താ വെച്ചാൽ അതാണ് തെളിവ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്ത സന്ദർഭത്തിൽ പറഞ്ഞിട്ടുള്ളത്, ദുആ ചെയ്തിട്ടുള്ളത്, അല്ലാഹുവേ അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ വമിൻ ആലി മുഹമ്മദിൻ എന്നുള്ളതാണ്. അതായത് ഇത് മുഹമ്മദിൽ നിന്നും അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിൽ നിന്നും റസൂലുള്ളാഹിൻ്റെ കുടുംബത്തിൽ നിന്നും റബ്ബെ നീ സ്വീകരിക്കണേന്നാണ്. അപ്പോൾ ആ കുടുംബത്തിൽ ആര് പെടും? മരിച്ചുപോയ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പെടും. അപ്പോൾ അങ്ങനെ എന്താണ്, നമ്മൾ ഒരു കുടുംബനാഥനെ അറക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള മുതിർന്നവർ, മാതാപിതാക്കൾ, അവരൊക്കെ എന്ത് ചെയ്യും? അതിലുൾപ്പെടും. അതാണ് ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം എന്ന് മനസ്സിലാക്കുക. പിന്നെ ഏത് മൃഗത്തെയാണ് ഏറ്റവും അറക്കാൻ നല്ലതാണ് റസൂലുള്ളാഹി ചെയ്തിട്ടുള്ളത്? അനസിൻ ഖാൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഖുർആനിലെ തെളിവ് നേരത്തെ പറഞ്ഞല്ലോ, ഫസ്വല്ലി റബ്ബിക വൻഹർ. ഹദീസിൽ വന്നിട്ടുള്ള ചില തെളിവുകൾ പറയാം. അനസിൻ റളിയല്ലാഹു അൻഹു ഖാല ലഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ശൈനി അംലഹൈനി ഫറഅയ്തുഹു വാലിഅൻ ഖദമഹു അലാ സിഫാഹിഹിമാ യുസമ്മി വയുകബ്ബിർ ഫദബഹഹുമാ ബിയദിഹി റവാഹുൽ ബുഖാരി. അതായത് ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി എന്താ ചെയ്തറിയങ്ങൾ? റസൂലുള്ളാഹിൻ്റെ സ്വന്തം കൈ കൊണ്ട് അറുത്തത്. അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുക, ബികബ്ശൈൻ, രണ്ടാടുകളെയാണ് അറുത്ത റസൂലുള്ളാഹി. അംലഹൈൻ, അംലഹ് പറഞ്ഞാലേ എങ്ങനത്തെ ആടുകളെ അറുത്ത ശ്രദ്ധിക്കണം. അംലഹൈൻ, കബിഷ പറഞ്ഞ ആടുകൾ, രണ്ടാടുകളെ റസൂലുള്ളാഹി അറുത്തത്. പശുവിനെയും പോത്തിനെയും ഒക്കെ അറുക്കാം, പക്ഷേ റസൂലുള്ളാഹി അറുത്തത് എന്താണ്? ആടിനെയാണ്. അംലഹൈൻ, എങ്ങനെയുള്ള ആടുകളെ അറുത്തത്? അംലഹൈൻ. അംലഹ് പറഞ്ഞാൽ ഹുവല്ലദീ ഫീഹി ബയാലുൻ വ സവാദുൻ വൽ ബയാലു അക്സർ. വെളുപ്പും കറുപ്പും നിറമുള്ളതായിട്ടുള്ള മൃഗത്തിനാണ് അംലഹ് എന്ന് പറയുക. ഒരാടിൻ്റെ പുറത്ത് എന്ത് കളറുണ്ട്? വെളുപ്പുണ്ട്, കറുപ്പുണ്ട്. പക്ഷേ വൽ ബയാലു അക്സർ, കൂടുതൽ വെളുപ്പുള്ള, കറുപ്പും വെളുപ്പുണ്ട് പക്ഷേ അധികം വെളുപ്പുള്ള, അങ്ങനെയുള്ള രണ്ട് ആടുകളെയാണ് ആരറുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളുഹിയ്യത്ത് അറുത്തത്. ഇത് ഇമാം ബുഖാരി 5558 നമ്പറായിട്ട് ഉദ്ധരിക്കുന്ന വചനമാണ്. പിന്നെ മറ്റൊരു തെളിവ്, അൻ ഉമ്മി സലമത്ത് റളിയല്ലാഹു അൻഹ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ ദഖലത്തിൽ അശ്റു വ അറാദ അഹദുകും അൻ യുളഹി ഫലാ യമുസ്സ മിൻ ശഅരിഹി വ ബശരിഹി ഷൈആ. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം 5232 ഉദ്ധരിക്കുന്ന വചന. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയാൻ, ആരെങ്കിലും ഉളുഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ദുൽഹജ്ജ് മാസം പറന്നാൽ അവൻ്റെ മുടിയിൽ നിന്നോ അവൻ്റെ തൊലിയിൽ നിന്നോ ഒന്നും തന്നെ എടുക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ മുടിയാകട്ടെ, നഖമാകട്ടെ, രോമങ്ങളാകട്ടെ, അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? നീക്കം ചെയ്യാൻ പാടില്ല ദുൽഹജ്ജ് പറന്നാൽ. അപ്പോൾ മനസ്സിലായില്ലേ? അതിന് മുമ്പ് തന്നെ ദുൽഖഅദ ലാസ്റ്റ് തന്നെ എന്ത് ചെയ്യണം? നാക്കൊക്കെ മുറിച്ച് മുടിയൊക്കെ ഒക്കെ സെറ്റപ്പാക്കി വെക്കണം. ഇത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
അനിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ ദബഹ ബഅദ അസ്സലാ ഫഖദ തമ്മ നുസുക വ അസ്വാബ സുന്നത്തൽ മുസ്ലിമീൻ. ഒരു ഹദീസിൽ എന്താ പറയുക, ആരെങ്കിലും നമസ്കാര ശേഷമാണ് അറുത്തതെങ്കിൽ, അല്ലെങ്കിൽ നമസ്കാര ശേഷം അറുക്കുന്നവന് ഫഖദ് തമ്മ നുസുക, അതാണ് ബലി, അവൻ പൂർത്തീകരിച്ചിരിക്കുന്നു. വ അസ്വാബ സുന്നത്തൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ സുന്നത്ത് അവന് ലഭ്യമായിരിക്കുന്നു എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ. പിന്നെ മാത്രമല്ല, അപ്പോൾ ഖുർആനിൽ തെളിവുണ്ട്, ഹദീസിലുണ്ട്, ഇജ്മായിലുണ്ട്. ഇജ്മാ വഖദ് അജ്മഅൽ ഉലമാ വലാ മശ്റൂഇയ്യതിഹാന, ഇത് ശറഅാണ്. ഏതാ? ഉലുഹിയ്യത്ത് ശറഅാണ്. ഉലുഹിയ്യത്ത് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, അത് വമ്പിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ഖുർആനിൽ തന്നെ പറയുന്നു, ഹദീസുകളിൽ പറയുന്നു, ഇജ്മാവുമുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം ഹുക്മുഹ, അതിൻ്റെ വിധി, ഇത് ഫറലാണോ സുന്നത്താണോ എന്നുള്ളതാണ്. അതെന്താണ്? ഇത് കൂടുതൽ പണ്ഡിതന്മാർ പറയുന്നത് അൽ ജുംഹൂർ ഇല അന്നഹ സുന്നത്തുൻ മുഅക്കദ, ഇത് ശക്തമായിട്ടുള്ളൊരു സുന്നത്താണ്. ഒരു സാധാരണ സുന്നത്തല്ല, മറിച്ച് പ്രബലമായ വമ്പിച്ച കൂലിയുള്ള ഒരു സുന്നത്താണ് എന്നുള്ളതാണ് പറയുന്നത്. അതിന് തെളിവായിട്ട് പറയുന്ന പല ഹദീസുകളുണ്ട്. എന്നാൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പല മഹാന്മാരും പറഞ്ഞിട്ടുള്ള എന്താ പറയുക, ഇമാം അബൂ ഹനീഫ, ഇമാം ഔസാഇ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് ഇല അൻഹ വാജിബത്തുൻ അലൽ ഖാദിർ, കഴിവുള്ളവൻ്റെ മേൽ വാജിബാണ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പൈസ ഉണ്ടായിട്ടും ഉലുഹിയ്യത്ത് അറക്കാതിരിക്കാരന തെറ്റെന്നർത്ഥം, കുറ്റം കിട്ടും അവർക്ക് എന്നർത്ഥം. അപ്പോൾ പക്ഷേ പിന്നെ വറജ്ജഹു ഫളീലത്തു ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ, ഇമാം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ എന്ന് പറയുന്ന പണ്ഡിതനും ഇതാണ് ശരിയെന്ന് പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നത്തുൻ മുഅക്കദ, ശക്തമായിട്ടുള്ള സുന്നത്താണ് എന്നുള്ളതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പിന്നെ ഇതിൻ്റെ ഒരു ഹിക്മത്ത് എന്താ? അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹിൻ്റെ കൂലി കിട്ടണം എന്നുള്ള അത്തഖറുബ് ഇലല്ലാഹി തആല ബി ഇംതിസാലി അവാമിരിഹി, അള്ളാഹിൻ്റെ കൽപ്പന, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എന്താണ് ഇത്, പിന്നെ ആളുകൾക്ക് ഇതെന്ത് ചെയ്യണം? അറുത്ത് കഴിഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം. വിശുദ്ധ ഖുർആനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് ഇത് പാവപ്പെട്ടവർക്ക് നൽകണം എന്നുള്ള ഫകുലൂ മിൻഹാ വ അത്ഇമുൽ ബായിസൽ ഫഖീർ, നിങ്ങളിതൊന്ന് ഭക്ഷിക്കുക, പിന്നെ എന്ത് ചെയ്യണം? ഫഖീർ ദരിദ്രന്മാർക്ക് നൽകണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹജ്ജിലെ 28-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. അതുപോലെ സൂറത്തു ഹജ്ജിൽ മറ്റൊരായത്തിലും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഫകുലൂ മിൻഹാ വ അത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ, വളരെ പാവപ്പെട്ട ആളുകൾക്കും ഫക്കീർമാർക്കൊക്കെ ഇത് നൽകണം. സൂറത്തു ഹജ്ജിൽ 2 വട്ടം പറഞ്ഞത്. നമ്മൊക്കെ നമ്മൾ കഴിക്കാൻ പാടില്ല, ഫക്കീർമാർക്ക് നൽകണം എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം ഇൻഷാ അള്ളാ. ഇത് 3 ഭാഗമാക്കണം എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പരമാവധി നമുക്ക് കുറച്ചെടുത്തിട്ട് ബാക്കി പരമാവധി കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. അനിബിന് അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ യഅ്കുലു ഹുവ സുലുസ്, 3 പാർട്ടാക്കുക, 3-1 എന്ത് ചെയ്യുക? അറക്കുന്ന ആൾക്ക്. വയുത്ഇമു മൻ അറാദ സുലുസ്, പിന്നെന്ത് ചെയ്യുക? ആർക്കാണോ ഇത് നൽകാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് 3-1 കൊടുക്കുക. പിന്നെ വയതസദ്ദഖു അലൽ മസാക്കീനി ബിസുലുസ്, 1 ഭാഗം എന്ത് ചെയ്യുക? മിസ്കീന്മാർക്ക് നൽകുക. ഇങ്ങനെ, അതായത് 3-1 ഭാഗം അറക്കുന്ന ആളെടുക്കുക, പിന്നെ മറ്റൊരു ഭാഗം എന്ത് ചെയ്യുക? പണക്കാരായാലും ഉലുഹിയ്യത്ത് എന്നുള്ളത് പണക്കാർക്കും നൽകാം, പാവപ്പെട്ടവർക്കല്ല. പാവപ്പെട്ടവർക്ക് നൽകാം, പക്ഷേ പണക്കാർക്കും നൽകാം. മനസ്സിലായി? സ്വതക്ക ആർക്കാണ് കൊടുക്കേണ്ടത്? അതൊക്കെ പാവപ്പെട്ടവർക്ക്. എന്നാൽ ഇതെന്താ? നമ്മൾ 3 വിഭാഗം ആക്കുന്നത് നമ്മുടെ ബന്ധുക്കളായ ചിലപ്പോൾ പണമുള്ള ആളുകളുണ്ടാവും, അവരെ അർത്ഥം ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ ഇതിന്നൊരു ഭാഗം അവർക്ക് കൊടുക്കുന്നത് ആ ബന്ധം ഊട്ടിയുറപ്പിക്കാമെന്നല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മളെടുത്തിട്ട് ബാക്കി പരമാവധി അയൽവാസികൾക്കും പാവപ്പെട്ടവർക്കും ഒക്കെ നൽകുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു നിരീക്ഷണമായിട്ട്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്.
നബി തങ്ങൾ പറഞ്ഞതല്ല എന്ന് പ്രത്യേകം ഓർക്കുക. യഅ്കുലുഹു വസ്സുലുസ്, അറുത്ത ആൾ, ബലികർമ്മം നിർവഹിക്കുന്ന ആൾ 1/3 ഭാഗം എടുക്കുക. അദ്ദേഹത്തിന് ഭക്ഷിക്കാം, അദ്ദേഹത്തിന് കുടുംബവും. വയ്യുത്ഇമു മൻ അറാദ സുലുസ്, അതുപോലെ അദ്ദേഹം ഉദ്ദേശിക്കുന്നവർക്ക് 1/3 നൽകുക, ഒരു ഭാഗം. വയതസദ്ദഖു അലൽ മസാക്കീനി ബിസ്സുലുസ്, അതുപോലെ മിസ്കീനുകൾക്ക്, അഗതികൾക്ക് എന്ത് ചെയ്യുക, 1/3 നൽകുക. ഇങ്ങനെ 3 ഭാഗങ്ങളും വേർതിരിക്കുക എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒന്ന് അറുത്ത ആൾ, രണ്ടാമത്തേത് അറുത്ത ആളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ പിന്നെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള അയൽപ്പക്കത്തൊക്കെ ഉള്ള സാമ്പത്തിക ശേഷിയൊക്കെയുള്ള ആളുകൾക്ക് ഒരു ഹദിയ എന്നുള്ള നിലക്ക് നൽകുകയാണ്. മൂന്നാമത്തെ ഭാഗമാണെന്ന് പറയുന്നത് മിസ്കീനുകൾക്ക്, അഗതികൾക്ക്, പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ 3 ഭാഗമാക്കണം എന്നുള്ള ഒരു നിരീക്ഷണം മാത്രമാണ്. നമുക്ക് പറയാനുള്ളത് എന്താ അറിയോ, കിതാബുകളിൽ പറഞ്ഞതുപോലെ വറാജിഹു അൻ യഅ്കുല വയഹ്ദി വയതസദ്ദഖു വയഫ്അലു മാ യശാ, അതായത് ഏറ്റവും അവലംബിക്കാവുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ അറുത്ത ആൾ അദ്ദേഹത്തിന് അത്യാവശ്യമുള്ള എടുത്തിട്ട് എന്ത് ചെയ്യുക, ബാക്കി പരമാവധി അയൽപ്പക്കത്തും ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് നൽകുക, പാവപ്പെട്ടവർക്ക്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ, പരവശനായ ദരിദ്രനായിട്ടുള്ള പാവപ്പെട്ടവരായ ആളുകൾക്ക് നൽകുക എന്നുള്ളതാണ്. ഉൽഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടുന്ന മറ്റൊരു കാര്യം അവിശ്വാസികൾക്ക് നൽകാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ്. അതിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് യജൂസു അൻ യുഹ്ദി മിൻഹാ കാഫിറൻ ഗൈറ മുഖാതിൽ ലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരായ അവിശ്വാസികൾക്ക് അതിൽ നിന്ന് നൽകൽ അനുവദനീയമാണ്, അതിൽ നിന്ന് ഹദിയ നൽകൽ അനുവദനീയമാണ്. ഖാസത്തൻ ഇൻകാന യുർജ ഇസ്ലാമു, പ്രത്യേകിച്ച് അവരൊക്കെ ഇസ്ലാമിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് നല്ല മതമാണ് എന്നൊക്കെ അഭിപ്രായമുള്ള, പിന്നെ ഇസ്ലാമിനെ കുറിച്ച് നല്ല വീക്ഷണമുള്ള അല്ലെങ്കിൽ അഭിപ്രായമുള്ള ആളുകൾക്ക് നൽകാം. വഅല ഹാദാ ഫയജൂസു അൻ തുഹ്ദി ആമിലൻ, അതോടൊപ്പം തന്നെ എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജോലിക്കാർ, നമ്മുടെ വീട്ടിലുള്ള അവിശ്വാസികളായ ജോലിക്കാർ, ഔ ഖാദിമത്തൻ വീട്ടുവേലക്കാരി, ഔ റാഇയൻ ആടുമേയ്ക്കുന്ന ആട്ടിടയൻ, വലൗകാന കാഫിറൻ, ഇങ്ങനെയുള്ള ആളുകൾ അവിശ്വാസികളാണെങ്കിലും അവർക്ക് നൽകാം. ഇത് പറഞ്ഞിട്ടുള്ളത് ഒട്ടേറെ മഹാപണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ വാക്കാണ് ഞാൻ വായിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ. അതോടൊപ്പം തന്നെ ഇവിടെ പിന്നെ മറ്റൊരു കാര്യം ഉണർത്താനുള്ളത്, ഈ ഉലഹിയത്ത് നമ്മൾ വാങ്ങുമ്പോൾ ന്യൂനതകളില്ലാത്ത, പോരായ്മകളില്ലാത്ത മൃഗത്തെയാണ് വാങ്ങിയത്. പക്ഷേ വാങ്ങിയതിന് ശേഷം അതിന് എന്തെങ്കിലും ന്യൂനത ഉണ്ടായി എന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ ഉലഹിയത്ത് നിർവഹിക്കുന്നതിൻ്റെ 20 ദിവസം മുമ്പോ 1 മാസം മുമ്പോ വാങ്ങുന്ന സന്ദർഭത്തിൽ നല്ല ഒരു ഉരുവായിരുന്നു അത്. പക്ഷേ പിന്നീടാണ് അതിന് ചില ന്യൂനതകൾ വന്നിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? ഇതൊരു വിഷയമാണ്. അപ്പോൾ അതിൽ പറയുന്നത് മനിഷ്തറ ഉലഹിയത്തൻ സുമ്മ അസ്നാഇ തൻസീലിഹ ഇൻകസറത് ഔ തഅയ്യബത് ഫഇന്നഹു യുലഹി ബിഹാ, വാങ്ങുന്ന സന്ദർഭത്തിൽ ന്യൂനതകളിൽ നിന്ന് മുക്തമായിട്ടുള്ള ഒരു എണ്ണത്തിനെ വാങ്ങി ഉലഹിയത്ത് അറക്കാൻ, എന്നിട്ട് ഉലഹിയത്ത് അറക്കുന്നതിന് മുമ്പായിട്ട് അതിന് ന്യൂനതകൾ സംഭവിച്ചു, അല്ലെങ്കിൽ കയ്യോ കാലോ ഒക്കെ ഒന്ന് ചെറുതായിട്ട് പൊട്ടി, ഫഇന്നഹു യുലഹി ബിഹാ, തീർച്ചയായിട്ടും അതിനെ ഉലഹിയത്ത് നിർവഹിക്കാവുന്നതാണ്. വല ഹറജ്, അതിനൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ സഹോദരങ്ങളെ, മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഒരാൾക്ക് സാമ്പത്തിക ശേഷിയുണ്ട്, അദ്ദേഹത്തിന് പണം കിട്ടാനുണ്ട്, പക്ഷേ ഇപ്പോൾ
നിലവിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമല്ല, ഒരു പക്ഷേ ബാങ്കിലായിരിക്കാം, അതല്ല എങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരാൾ കൊടുക്കാനുണ്ടായിരിക്കാം, അത് 10 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടാനുള്ളത്. പക്ഷേ ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. ആ അങ്ങനെ അപ്പോൾ ഈ അല്പം ദിവസങ്ങൾക്ക് കടമായിട്ട് ഉലുഹിയത്ത് വാങ്ങി അറുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ്. ആ വിഷയത്തിൽ പറയാനുള്ളത് യജൂസുൽ ഉലുഹിയ്യ ദൈനൻ ലിമൻ ഖദറ അല സദാദ്. ഉലുഹിയത്ത് കടമായിട്ട്, ഉലുഹിയത്തിൻ്റെ ഒരു കടമായിട്ട് വാങ്ങൽ അനുവദനീയമാണ്. ആർക്ക്? ആ കടം തിരിച്ചടക്കാൻ സാമ്പത്തിക ശേഷി ഉള്ളവർക്ക്. ഇതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. ഇനി ഇവിടെ ഉലുഹിയത്തുമായി ബന്ധപ്പെട്ട് അറിയണമെന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഉലുഹിയത്ത് അറക്കുന്ന ആൾ ദുൽഹജ്ജ് മാസം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുടിയോ നഖമോ നീക്കം ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല. പക്ഷേ ഒരു കുടുംബനാഥൻ അറുക്കുമ്പോൾ ആ വീട്ടിലുള്ള സ്ത്രീകൾ, മറ്റുള്ളവർ, അവരൊക്കെ നഖവും മുടിയും പിടിക്കണമോ അതോ അവർക്ക് നീക്കം ചെയ്യുന്നതിന് വിരോധമുണ്ടോ എന്നുള്ളതാണ്. ആ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ മർഅതു ഇൻ കാനത്ത് സ്വാഹിബത്തു ഉൽഹിയ ഫഇന്നഹാ തുംസികു അൻ ശഅരിഹാ വ അൽഫാരിഹാ. ഒരു സ്ത്രീയാണ് ഉൽഹിയത്ത് നിർവഹിക്കുന്നതെങ്കിൽ അവളാണ് അതിൻ്റെ സമ്പത്ത് ഒക്കെ ചെലവഴിക്കുന്നത് എങ്കിൽ ഫഇന്നഹാ തുംസികു അൻ ശഅരിഹാ വ അൽഫാരിഹാ, അവളുടെ മുടിയും നഖവും അത് നീക്കം ചെയ്യാതെ, അത് എടുക്കാതെ എന്ത് ചെയ്യണം? ഇംസാക്ക് ചെയ്യണം. ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. എന്താ തെളിവ്? ലിഹദീസി ഉമ്മു സലമത റളിയല്ലാഹു അൻഹാ, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വഹുവ ആമുൻ ഫീമൻ അറാദ അൻ യുളഹി ഫയഷ്മുലു റിജാലു വന്നിസാ. അത് ആ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഉലഹിയത്ത് അറുക്കുന്ന ആള് ദുൽഹജ്ജ് മാസം വന്നു കഴിഞ്ഞാൽ മുടിയും നഖവും നീക്കം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സംഭവം അത് എല്ലാവർക്കുമുള്ള ഒരു നിയമമാണ്. അതിൽ ആണും പെണ്ണുമൊക്കെ പെടും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്, പ്രിയമുള്ള സഹോദരങ്ങളെ. അതോടൊപ്പം ഈ ഉലുഹിയത്ത് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് നൽകാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഉലുഹിയത്ത് അറുക്കാൻ നമ്മുടെ തൊട്ട വീട്ടിൽ കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള ആളായിരിക്കും, വളരെ പാവപ്പെട്ടവനോ മിസ്കിനോ ഫക്കീറോ ആയിരിക്കുകയില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് നൽകാൻ വേണ്ടി പറ്റുമോ വെച്ചാൽ നൽകാം. കാരണം ഖസ്സമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹായ ബൈന അസ്ഹാബിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബത്തിനിടയിൽ ഉലുഹിയത്ത് വിതരണം ചെയ്തു, വീതിച്ച് നൽകി. ഫഫീഹി അദ്ദലാലതു അല അന്ന അഹ്ലൽ ഗിനാ യുവസ്സഊന ലഹായ അലൽ മുഅവ്വിസീൻ ലിഅജ്ലി അൻ യുളഹു ബിഹാ. അപ്പോൾ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് ഇത് വിതരണം ചെയ്യാം, ഉലുഹിയത്ത് വിതരണം ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഫക്കീറിനെയും മിസ്കീനിനെയും ഒക്കെയാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ഉലുഹിയത്തിൻ്റെ തൊലി വിൽക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. സഹോദരങ്ങളെ, അത് പാടില്ല. ഉലുഹിയത്തിൻ്റെ ആ തൊലി എന്നുള്ളത് ആ ഉലുഹിയത്തിൽ തന്നെ, അതായത് ആ മൃഗത്തിൻ്റെ മാംസമൊക്കെ നമ്മളെന്താണ് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഉള്ള ആ ഒരു പുണ്യകർമ്മം ആയിട്ട് നമ്മൾ കാണാം. അപ്പോൾ ആ ഉലുഹിയത്ത് അതിൻ്റെ തൊലി എടുത്തിട്ട് അറവ് നടത്തുന്ന ആളുകൾക്ക് കൂലിയായിട്ട് നൽകുന്ന ഒരു സമ്പ്രദായം ചില നാടുകളിൽ കാണാം. അത് പാടുള്ളതല്ല. മറിച്ച് എന്ത് ചെയ്യണം? അത് പാവപ്പെട്ട ആളുകൾക്ക് തന്നെ നൽകണം. അതിൻ്റെ പണമൊക്കെ എടുത്തിട്ട് പാവപ്പെട്ട ആളുകൾക്ക് നൽകണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു റിപ്പോർട്ട് എങ്ങനെ കാണാം? അലി റളിയല്ലാഹു അൻഹു ഖാല അമറനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അഖൂമ അലാ ബുദന വ അൻ അതസദ്ദക ബിലഹ്മിഹാ വജുലൂദിഹാ വഅജില്ലതിഹാ വഅല്ലാ ഉഅതിയൽ ജസ്സാറ മിൻഹാ. സഹോദരങ്ങളെ, ഖാല നഹ്നു നുഅതീഹി മിൻ ഇൻദനാ. അതായത് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഈ സംഭവം എന്താ? അമറനി റസൂലുള്ളാ, അള്ളാഹിൻ്റെ റസൂൽ എന്നോട് കൽപ്പിച്ചു,
സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അഖൂമ അലാ ബുദ്നെ, അതായത് ഒരു ഒട്ടകത്തിൻ്റെ അറവിനെ സംബന്ധിച്ചാണ് അലി റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചത്. വ അൻ അതസദ്ദക ബിലഹ്മിഹ, അതിൻ്റെ മാംസം ധർമ്മം ചെയ്യാൻ റസൂലുള്ള എന്നോട് കൽപ്പിച്ചു. വ ജുലൂദിഹ, അതിൻ്റെ തൊലിയും. വ അജില്ലത്തിഹ, അതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളും. വ അല്ലാ ഉഅതിയൽ ജസ്സാറ മിൻഹ, അറവുകാരന് അതിൽ നൽകരുത് എന്നും കൽപ്പിച്ചു. മനസ്സിലായല്ലോ. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ അത് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാ. വക്കാല ഷൗക്കാനി റഹിമഹുല്ലാ ഫീ നെയ്ലുൽ ഔതാർ, മഹാനായ ഇമാം ഷൗക്കാനി അദ്ദേഹത്തിൻ്റെ നെയ്ലുൽ ഔതാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, ഇത്തഫഖു അലാ അന്ന ലഹ്മഹ ലാ യുബാഉ ഫകദാ അൽ ജുലൂദ് അത്തസദ്ദഖു ജിൽദുഹ എന്നുള്ള. അതായത് പറയുന്നത് ഇത്തഫഖു അലാ അന്ന ലഹ്മഹ ലാ യുബാ, ഈ ബലിമൃഗത്തിൻ്റെ മാംസം വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല. അതോടൊപ്പം തന്നെ എന്താണ്, ആ മാംസം വിൽപ്പന നടത്താൻ വേണ്ടി പാടില്ല എന്നുള്ളതിലും അതിൻ്റെ തൊലി വിൽപ്പന നടത്താൻ വേണ്ടി പാടില്ല എന്നുള്ളതിലും ഇത്തിഫാഖുണ്ട്. പിന്നെന്താ ചെയ്യേണ്ടത്, അത്തസദ്ദുഖു ജിൽദുഹ, അത് സ്വതക്ക ചെയ്യണം, അത് ധർമ്മം ചെയ്യണം എന്നുള്ളതാണ്. ആർക്ക്, യജൂസു അൻ യതസദ്ദഖ ബിൽ ജിൽദി അലാ ഫഖീരിൻ, ഒരു പാവപ്പെട്ടവനായിട്ടുള്ള ദരിദ്രനായിട്ടുള്ള ആൾക്കത് ധർമ്മം ചെയ്യണം, അതാണ് വേണ്ടത്. ഔ യഹബുലി മൻ യശാ, അല്ലെങ്കിൽ അവനെ ഉദ്ദേശിക്കുന്ന മറ്റൊരു പാവപ്പെട്ടവനോ മറ്റോ ആളുകൾക്കൊക്കെ അത് ഒരു പാരിതോഷികമായിട്ട് നൽകാം എന്നുള്ള. ഇനി ഉലഹിയത്ത് അറക്കുന്ന വേളയിൽ എന്താണ് പറയേണ്ടത് എന്നുള്ളതാണ്. ഒരാൾ പറയേണ്ടത് അല്ലാഹുമ്മ ഹാദാ അന്നി വ അൻ അഹ്ലി ബൈത്തി, ഇങ്ങനെ പറയണം. അതായത് അല്ലാഹുവേ ഇത് എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും ഉള്ളതാകുന്നു എന്നാണ്, എൻ്റെ വീട്ടുകാരിൽ നിന്നുമുള്ളതാണ്. അല്ലാഹുമ്മ ഹാദാ അന്നി വ അൻ അഹ്ലി ബൈത്തി എന്നിങ്ങനെയാണ് പറയേണ്ടത്. കാരണം എന്താ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ വ മിൻ ആലി മുഹമ്മദിൻ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിൽ നിന്ന് എത്ര എണ്ണം അറക്കണമെന്നാണ്. ചില ആളുകൾക്ക് പിന്നെ ഒന്നറക്കണമോ അല്ലെങ്കിൽ വീട്ടിലെ എല്ലാവരും അറക്കണമോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒന്ന് അറുത്താൽ മതിയാകുന്നതാണ്. തക്ഫി അൻ അഹ്ലിൽ ബൈത്തി അൽ ഉൽഹിയത്തുൽ വാഹിദ, ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ബലികർമ്മ ഒരു മൃഗത്തെ അറുത്താൽ മതിയാകുന്നതാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ ഉൽഹിയത്ത് അറുക്കുമ്പോൾ അതിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ഉദ്ദേശിക്കാമോ എന്നാണ്. ഈ വിഷയത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാരായിട്ടുള്ള ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്നുള്ള നിലക്ക് മാത്രം ഞാനിവിടെ പറയുകയാണ്. അതായത് യജൂസു അൻ യുദ്ഖില മഅഹു ഫി ഉൽഹിയതിഹി മൻ യുരീദു മിനൽ മൗത, മരണപ്പെട്ടവരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉൽഹിയത്തിൻ്റെ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അറുക്കുമ്പോൾ ആ ഒരു നിയ്യത്തും ഉണ്ടാകൽ അനുവദനീയമാണ് എന്നാണ്. അതെങ്ങനെയാണ്, ഫയഖൂലു മസലൻ, ആ ആൾ പറയണത് അല്ലാഹുമ്മ ഹാദാ അന്നി വ അൻ അഹ്ലി ബൈത്തി, അല്ലാഹുമ്മ ഹാദാ അന്നി വ അൻ അഹ്ലി അൽ അഹ്യാഇ വൽ മൗത, ഇത് എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിലെ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാകുന്നു എന്ന് അള്ളാഹുവിനോട് പറയണം. അള്ളാഹുവേ, ഇത് എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായവർക്ക് വേണ്ടിയാകുന്നു എന്ന് പറയുന്നത് ചില പണ്ഡിതന്മാരുടെ നിരീക്ഷണമാണ് എന്ന് പ്രത്യേകം ഓർക്കുക. കാരണം റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ വ മിൻ ആലി മുഹമ്മദ്, അല്ലാഹുവേ ഇത് മുഹമ്മദിൽ നിന്നും മുഹമ്മദിൻ്റെ കുടുംബത്തിൽ നിന്നും ഇത് സ്വീകരിക്കണമേ എന്നുള്ളതാണ്. അപ്പോൾ മുഹമ്മദ് നബിയുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്? ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരണപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ പോലുള്ള ആളുകളുണ്ട്. അതാണ്. ഇനി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണെന്ന് പ്രിയമുള്ളവർ സഹോദരങ്ങളെ, ഒരാൾ ഈ ഹദീസിൽ വന്നല്ലോ, ഇദാ ദഖലത്തിൽ അശ്റു വ അറാദ അഹദുക്കും അൻ യുളഹിയ ഫലാ യമസ്സ മിൻ ശഅരിഹി വ ബശരിഹി ഷൈആ,
ദുൽഹജ്ജ് മാസം 10 ദുൽഹജ്ജ് മാസം വന്നു കഴിഞ്ഞാൽ ബലിയറുക്കുന്നത് വരെ ബലിയറുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മുടിയോ നഖമോ നീക്കം ചെയ്യരുത്, തൊലിയൊന്നും നീക്കം ചെയ്യരുത് എന്നാൽ ഒരാൾ മറന്നുകൊണ്ട് എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ നഖമെടുത്തു, അല്ലെങ്കിൽ മുടിയെടുത്തു, അല്ലെങ്കിൽ തൊലിയെടുത്തു എന്ന് വിചാരിക്കുക. എന്നാൽ മൻ നസിയ ഫഅഖദഹു മിൻ ശഅരിഹി ഔ അൽഫാരിഹി ഫലാ ഷൈഉൻ അലൈഹി വയുളഹി വലാ ഹറജ്. ഒരാൾ മറന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുടിയിൽ നിന്നോ നഖങ്ങളിൽ നിന്നോ എടുത്തു കഴിഞ്ഞാൽ ഫലാ ഷൈഉൻ അലൈഹി, അവൻ്റെ മേൽ ഒരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നമില്ല പറഞ്ഞാൽ പ്രത്യേകിച്ച് അതിന് പ്രായശ്ചിത്തമില്ല എന്നർത്ഥം, കഫാറത്തില്ല എന്നർത്ഥം. ഒരു സുന്നത്ത് എന്നുള്ള നിലക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് എന്നുള്ള നിലക്ക് ഉളഹിയ്യത്ത് അറക്കുന്ന ആൾ മുടിയോ നഖമോ ഒന്നും തന്നെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല എന്നുള്ളതാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഈ മൃഗങ്ങളുടെ ഒക്കെ പ്രായത്തെ സംബന്ധിച്ച് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ലഅ്നാണ് എങ്കിൽ, അതായത് നല്ല രോമാവൃതമായിട്ടുള്ള ചെമ്മരിയാടൊക്കെയാണ് എങ്കിൽ 6 മാസം പൂർത്തീകരിച്ചിട്ടുള്ള ചെമ്മരിയാടിനെ അറക്കാവുന്നതാണ്. അതോടൊപ്പം കോലാടാണ് എങ്കിൽ 1 വർഷം പൂർത്തിയാവണം. മാടുകളാണെങ്കിൽ പശു, മൂരി, പോത്ത്, എരുമതൊക്കെ ആണെങ്കിൽ മാ ബലഗ സനതൈൻ 2 വർഷം പൂർത്തിയായതാവണം. വമിനൽ ഇബ്ലി മാ ബലഗ ഖംസ്, ഒട്ടകമാണെങ്കിൽ 5 വർഷം പൂർത്തിയാകണം. എന്നാൽ അഫ്ലലുൽ അലാഹി, ഈ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദ്ഹിയ്യത്ത് മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് പണ്ഡിതന്മാർ ഇമാം ബുഖാരിയുടെയൊക്കെ ഹദീസിൻ്റെ വെളിച്ചത്തിൽ പറയുന്നത്, ഇപ്പോൾ ജുമഅക്ക് നേരത്തെ പോയാൽ, ആദ്യം പോയാൽ ഹദീസിൽ കാണാലോ, മൻ ഇഗ്തസല യൗമൽ ജുമുഅ ഗുസ്ലൽ ജനാബ സുമ്മ റാഹ ഫകഅന്നമാ ഖറബ ബദനതൻ. ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം നന്നായി കുളിച്ച്, വലിയ അശുദ്ധി കുളിക്കുന്നവൻ്റെ കുളിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോയി, ഫകഅന്നമാ ഖറബ ബദന, അവൻ ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്തവൻ്റെ പുണ്യം, അത്ര പുണ്യം കിട്ടുന്നു. അപ്പോൾ ഇവിടെ ആദ്യം ഒട്ടക പറഞ്ഞത്, എന്നിട്ട് പിന്നെയാണ് മാടുകളെയും ആടിനെയും ഒക്കെ പറയുന്നത്. അപ്പോൾ ഒട്ടകമാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള ഉളുഹിയ്യത്ത് മൃഗം എന്നാണ് പറയുന്നത്. അല്ലാഹു ആലം. ഇനി പ്രിയമുള്ളവരെ, ഇതിന് സാമ്പത്തികമായിട്ട് ചെലവഴിക്കുന്ന ആൾ തന്നെ അറക്കേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ അറക്കാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കാമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മറ്റൊരാളെ ഏൽപ്പിക്കാം. പക്ഷേ അഫ്ളൽ എന്താ? അൽ അഫ്ളലു അൻ യദ്ബഹ ഉളുഹിയ്യതഹു ബിനഫ്സി, സ്വന്തം കൈകൊണ്ട് തന്നെ ബിസ്മി ചൊല്ലി തക്ബീർ ചൊല്ലി പ്രാർത്ഥിച്ച് ബലിമൃഗത്തെ അറുക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, ഈ ഉളുഹിയ്യത്തിനായിട്ടുള്ള മൃഗം വാങ്ങിയെന്ന് വിചാരിക്കുക, അത് മരണപ്പെട്ടു, അല്ലെങ്കിൽ അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, ഉസുരിക്കഥ അല്ലെങ്കിൽ അത് മോഷ്ടിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക, ഉലല്ലത്ത് അത് വഴിതെറ്റി എങ്ങോട്ടോ പോയി എന്ന് വിചാരിക്കുക. അപ്പം എന്ത് ചെയ്യണം? ഇദാ മാത്തത്തിൽ ഉലഹിയ്യത്തു ഔ സുരിക്കത്ത് ഔ ലല്ലത്ത് ഖബലൽ അൽഹ ഫലൈസ അലാ സ്വാഹിബിഹാ ലമാൻ വലാ ബദലുൻ ഇൻ കാന ഗൈറു മുഫ്രിദ് ഫഇൻ കാന മുഫ്രിതൻ ലസിമഹു ബദലഹ. അതായത് പ്രിയമുള്ളവരെ, ഉലുഹിയ്യത്തിൻ്റെ മൃഗം അത് മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ അത് മോഷ്ടിക്കപ്പെട്ടാൽ, അത് വഴിതെറ്റിപ്പോയാൽ ഖബലൽ അൽഹ, ഈ അറവിന് മുമ്പായിട്ട്, ഉലുഹിയ്യത്തിൻ്റെ ആ ദിവസത്തിന് മുമ്പായിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഫലൈസ അലാ സ്വാഹിബിഹാ ലമാൻ, ഇത് വാങ്ങിയിട്ടുള്ള ആളുടെ മേലെ ഒരു ലമാനുമില്ല, ഒരു ഗ്യാരണ്ടി ഇല്ല. വലാ ബദൽ, അതിന് പകരമായി നൽകാനുമില്ല. ഇൻകാന ഗൈറു മുഫ്രിത് ഫ ഇൻകാന മുഫ്രിതൻ ലസിമഹു ബദലഹ, അതായത് അയാൾക്ക് സാധ്യമാകൂലെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട് എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? പകരമായിട്ട് അറുക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക, ഒരു മൃഗത്തെ അറുക്കുമ്പോൾ മറ്റുള്ള മൃഗങ്ങൾ ആ അറക്കുന്ന മൃഗത്തെ ഇങ്ങനെ നോക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ, അത് ഒഴിവാക്കേണ്ടതാണ്.
അത് പിന്നെ കറാഹത്താണ് എന്നൊക്കെയാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് പരമാവധി ഒഴിവാക്കണം എന്നാണ് നമുക്ക് ഉണർത്തുവാനുള്ളത്. പിന്നെ ഈ ഉളുഹിയത്ത് അറുക്കുന്നതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും വന്നിട്ടുണ്ട്, ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഉളുഹിയത്ത് അറുക്കാൻ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും അത് അറുക്കാത്ത ആൾ നമസ്കാരത്തിന് ഈദ്ഗാഹിലേക്ക് വരരുതേ, പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് വരരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനെക്കുറിച്ച് പറയാനുള്ളത് മഹാനായ ഇബ്നുൽ അറബി അൽ മാലിക്കി പറയാണ്, ലൈസ ഫീ ഫളിൽ ഉൽഹിയ്യത്തി അഹാദീസുൻ ലാ തസിഹു. അതായത് ലൈസ ഫീ ഫളിൽ ഉൽഹിയ്യത്തി ഹദീസുൻ സ്വഹീഹുൻ. അതായത് പ്രിയമുള്ളവരെ, ഉൽഹിയ്യത്തിൻ്റെ വിഷയത്തിൽ സഹീഹായിട്ടുള്ള ഹദീസുകളില്ല എന്നുള്ളതാണ്. ഹദീസുകളില്ല. ഇപ്പോൾ ഉൽഹിയ്യത്തിൻ്റെ ദിവസം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ആ ബലിമൃഗത്തിൻ്റെ രക്തം ഭൂമിയിൽ വീഴുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതുപോലെ ഖിയാമത്ത് നാളിൽ ഇതിൻ്റെ കൊമ്പ്, ഇതിൻ്റെ തോല്, ഇതിൻ്റെ രോമം ഒക്കെ ഹാജരാക്കപ്പെടും എന്നൊക്കെ പറയുന്ന വചനങ്ങൾ ചില പണ്ഡിതന്മാർ അത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും സൂക്ഷ്മമായിട്ടുള്ള വിലയിരുത്തൽ മഹാപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇബ്നുൽ അറബി അൽ മാലിക്കിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ വിഷയത്തിൽ ഇതിൻ്റെ സഹിഹായിട്ടുള്ള ഹദീസ് വന്നിട്ടില്ല എന്നുള്ള. പക്ഷേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ അത് അറുത്തിട്ടുണ്ട്. അത് സുന്നത്തുൻ മുഅക്കദ, ശക്തമായിട്ടുള്ള പ്രബലമായിട്ടുള്ള സുന്നത്ത് തന്നെയാണ് എന്നുള്ളതാണ്. ഇനി ഒരു വർഷം അറുത്ത ആൾ എല്ലാ വർഷവും അറുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. എല്ലാ വർഷവും അറുക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാ വർഷവും അറുക്കുക. ഇനി ഓഹരി കൂടൽ പ്രിയമുള്ളവരെ, ആടാണ് എങ്കിൽ ഓഹരി കൂടാൻ വേണ്ടി പാടില്ല. ആടാണെങ്കിൽ ഓഹരി കൂടുതൽ അനുവാദമില്ല. എന്നാൽ മാടുകളോ ഒട്ടോ ഒക്കെ ആണെങ്കിൽ 7 വരെ ആളുകളാകാം. 5 ആളുകൾക്ക് കൂടി അറുക്കാം, 3 ആളുകൾക്ക് കൂടി അറുക്കാം, 7 ആളുകൾ വരെ ആകാം. 7-ൽ ആകാൻ വേണ്ടി പാടുള്ളതല്ല. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ ഷെയർ ചേർന്നിട്ടുള്ള ആളുകൾ ഓരോ വർഷവും അറുക്കൽ നിർബന്ധമാണോ? 7 ആൾ കൂടി അറുത്താണെങ്കിൽ 7 വർഷം അറുക്കേണ്ടതുണ്ടോ? ഇങ്ങനെയൊക്കെ സംശയങ്ങളുണ്ട് ആളുകൾക്ക്. അങ്ങനെയൊന്നും ഇസ്ലാം നിർബന്ധമാക്കിയിട്ട് കൽപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഉളുഹിയത്തിനുള്ള മൃഗം വാങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് വാങ്ങിയതിനേക്കാൾ നല്ല ഒരു മൃഗത്തെ കാണുന്നതും കിട്ടുന്നതും. അപ്പോൾ അത് പകരം മാറ്റാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്, യജൂസു തബ്ദീലുഹാ ബി അഫ്ളലി മിൻഹാ. ഈ വാങ്ങിയതിനേക്കാൾ നല്ലത് വാങ്ങാൻ കിട്ടുമെങ്കിൽ, മാറ്റത്തിന് കിട്ടുമെങ്കിൽ അത് അങ്ങനെ മാറ്റൽ നല്ലതാണ്, ചേഞ്ച് ചെയ്യൽ അനുവദനീയമാണ് എന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്. ഇതാണ് ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ബലിമൃഗത്തിന് നമുക്കറിയാം ന്യൂനതകളില്ലാത്ത മൃഗങ്ങളെയാണ് വാങ്ങേണ്ടത്. വളരെ പ്രായം ചെന്ന് മജ്ജ നഷ്ടപ്പെട്ടത്, അതുപോലെ തന്നെ ഒന്നിനും കൊള്ളാത്തത്, കൈയും കാലും പൊട്ടിയത്, പിന്നെ കണ്ണ് കാണാത്തത്, വ്യക്തമായ രോഗമുള്ളതൊന്നിനും പാടുള്ളതല്ല. ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാർ സഹോദരങ്ങളെ ഉളുഹിയത്തിൻ്റെ മൃഗത്തെ വളരെ മുമ്പ് വാങ്ങി അതിന് പുല്ലും വെള്ളവും കൊടുത്ത് ഭക്ഷണം കൊടുത്ത് അതിനെ പരിപാലിച്ച് കൊഴുത്ത് തടിപ്പിച്ച് അങ്ങനെയായിരുന്നു അതിനെ ഉളുഹിയത്ത് നിർവഹിച്ചിരുന്നത്. അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതൊക്കെ നമ്മൾ പാലിക്കുക. ഈ സുന്നത്തായ കർമ്മം നിർവഹിക്കാൻ സാധിക്കുന്ന ആളുകൾ മുന്നോട്ട് വരിക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.